ഹൈ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഒരു പ്രത്യേകതരം മെട്രിക്സ് ആണ് ട്രയാങ്കുലർ മെട്രിക്സ്. എന്താണ് ട്രയാങ്കുലർ മെട്രിക്സ് നോക്കുക. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഈ അപ്പർ ഈ ഡയഗണൽ നോക്കുക. ഈ ഡയഗണല് എന്താ പറയുക, ഡയഗണലിലൂടെ നമുക്കൊരു ഡയഗണലിൻ്റെ താഴേക്ക് നമുക്കൊരു ട്രയാങ്കിൾ വരക്കാം. ഡയഗണലിൻ്റെ താഴേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കാം. ഈ ട്രയാങ്കിളിൽ മാത്രമേ സീറോ അല്ലാത്ത എൻട്രി ഉള്ളൂ. ഈ ട്രയാങ്കിൾ അല്ലാത്ത എലമെന്റ്സ് മുഴുവൻ സീറോ ആണ്, അല്ലേ? ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഡയഗണൽ ഉൾപ്പെടെയുള്ള ലോവർ ട്രയാങ്കിളിൽ മാത്രമേ സീറോ അല്ലാത്ത എൻട്രീസ് ഉള്ളൂ. അപ്പം ഇങ്ങനെയുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്തായിരിക്കും? ഇപ്പോൾ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഇങ്ങനെ ഈ ട്രയാങ്കിളിൻ്റെ മുകളിലേക്ക് മാത്രമേ നോൺ സീറോ എൻട്രീസ് ഉള്ളൂ, താഴെ മുഴുവൻ സീറോ ആണ്. അപ്പോൾ ഈ എൻട്രി മുഴുവൻ സീറോ ആയിക്കൊള്ളണമെന്നില്ല. ഈ കണ്ടോ, ഇവിടെ സീറോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ മെട്രിക്സിൻ്റെ മുകളിലുള്ള ട്രയാങ്കിൾ ഒഴിവാക്കിയാൽ ബാക്കി മുഴുവൻ സീറോ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൽ മുകളിലെ ട്രയാങ്കിളിൽ മാത്രമേ നോൺ സീറോ എൻട്രീസ് ഉള്ളൂ. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ പറഞ്ഞാൽ ഡയഗണലിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്ന് കാണാൻ ശ്രമിക്കാം. നമുക്ക് എന്താണ് വരിക? 3 ഇൻറ്റു എന്താണ് വരിക? 7 മൈനസ് 0, അല്ലേ? 3 ഇൻറ്റു 7 മൈനസ് 0, 3 ഇൻറ്റു 7 മൈനസ് 0, പിന്നെ ബാക്കിയൊക്കെ 0 ഇൻറ്റു 0 ഇൻറ്റു ഉള്ളു. അപ്പോൾ 3 ഇൻറ്റു 7 21 ആണ് ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് 21 ആണ്. ഈ 21 കാണാൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 7 ഇൻറ്റു 1 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? ഇത് വളരെ വലിയൊരു മെട്രിക്സ് ആണ്, പക്ഷേ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് എന്തായിരിക്കും? 9 ഇൻറ്റു -1 ഇൻറ്റു 3 ഇൻറ്റു 7. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ആണെങ്കിലും ലോവർ ആണെങ്കിലും അതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ്. ഇത് എന്താ പറയുക, ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രിയിലെ മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെയും ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിൻ്റെ മാത്രം പ്രൊഡക്റ്റ് ആണ്. ബാക്കിയുള്ള എൻട്രീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, വെറും ഡയഗണൽ എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഒരു റിസൾട്ടിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് A equal to A11, A12, A13, A14, 0, etc. അപ്പോൾ ഈ മെട്രിക്സ് കണ്ടോ, ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കിളിൽ മാത്രമേ നോൺ സീറോ എൻട്രി ഉള്ളൂ, താഴെ മുഴുവൻ സീറോസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഐഗൺ വാല്യൂസ് കാണാൻ എങ്ങനെയാണ് നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുക? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡിറ്റർമിനൻറ്റ് ലാംഡ I മൈനസ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് ഈ മെട്രിക്സിൻ്റെ ഡയഗണൽ എൻട്രീസ് ഒക്കെ ലാംഡയിൽ നിന്ന് കുറക്കുക. അപ്പോൾ ലാംഡ മൈനസ് A11, ലാംഡ മൈനസ് A22, ലാംഡ മൈനസ് A33, ലാംഡ മൈനസ് A44. ബാക്കി മെട്രിക്സിലെ മുഴുവൻ എൻട്രീസിനും മൈനസ് കൊടുക്കുക. എല്ലാ എൻട്രീസും, കാരണം സീറോയിൽ നിന്നാണ് കുറക്കേണ്ടി വരിക, എല്ലാ എൻട്രീസിനും മൈനസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് വരിക. പിന്നെ സീറോ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാം? ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എങ്ങനെ കാണാം? ഇതും ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, കാരണം ലോവർ ഭാഗത്ത് സീറോ ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് ഇതും. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണാനുള്ള മെത്തേഡ് എന്താണ്? ഡയഗണൽ എൻട്രീസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? ലാംഡ മൈനസ് A11, ലാംഡ മൈനസ് A22, ലാംഡ മൈനസ് A33, ലാംഡ മൈനസ് A44. അപ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിറ്റർമിനൻ്റ് ഓഫ് ലാംഡ I മൈനസ് എ മെട്രിക്സ് എഴുതി അതിൻ്റെ പുറത്തെ ഡിറ്റ് നേടണം, അപ്പോഴേ ഇത് ഡിറ്റർമിനൻ്റ് ആവുള്ളൂ.
അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെട്രിക്സിന്റെ വര ഇങ്ങനെ എന്താ പറയാ, നമ്മൾ മെട്രിക്സിന് ഇടുന്ന പോലെ, ഡിറ്റർമിനന്റിന് ഇടുന്ന പോലെ ഇങ്ങനെ വെർട്ടിക്കൽ ലൈനിന്റെ ഉള്ളിലായിട്ട് എഴുതണം. അപ്പൊ ഈ പ്രൊഡക്റ്റ്, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0. അപ്പൊ ദിസ് ഈക്വൽ ടു 0. ഇത് 0 എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് 0 എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നും 0. ഐദർ ലാംഡ 1 മൈനസ് a11 0, ലാംഡ മൈനസ് a22 0, ലാംഡ മൈനസ് a33 0, ലാംഡ മൈനസ് a44 0. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു a11, ലാംഡ ഈക്വൽ ടു a22, ലാംഡ ഈക്വൽ ടു a33, ലാംഡ ഈക്വൽ ടു a44. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്, ഒരു ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ എന്താ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഡയഗണൽ എൻട്രീസ് തന്നെയാണ്. ഡിറ്റർമിനന്റ് പറഞ്ഞതിന്റെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ ഐഗൺ വാല്യൂ കാണണം എന്ന് പറഞ്ഞാല് a11, a22, a33, a44 കണ്ടോ. അപ്പൊ നമ്മളെ മുകളിലുള്ള എക്സാമ്പിളിലേക്ക് പോവാം. ഈ മെട്രിക്സിന്റെ ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? 3, 7, 1. ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? 9, -1, 3, 7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചോദിക്കാം. അതുപോലെ നമുക്ക് 2 മാർക്കിന് വലിയൊരു മെട്രിക്സിന്റെ എന്താ പറയാ ഐഗൺ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ 2 മാർക്കിന് ചോദിച്ചാൽ അത് മിക്കവാറും ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഐഗൺ വാല്യൂ ചോദിച്ചാൽ ജസ്റ്റ് ഡയഗണൽ എൻട്രീസ് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്, ഐഗൺ വെക്ടേഴ്സ് ആൻഡ് ബേസസ് ഫോർ ഐഗൺ സ്പേസസ്. അപ്പൊ ഐഗൺ വെക്ടർ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും. ഈ ax ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് പറയുന്ന പേരാണ്, ലാംഡക്ക് ഐഗൺ വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ എന്താ പറയും? ഐഗൺ വെക്ടർ എന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. കാരണം ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ ഇൻറ്റു ഐ എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് മൈനസ് എ എക്സ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ലാംഡ എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തിയർ ആയിട്ട് പറയാം, ലാംഡ ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ അത് ഡിറ്റർമിനന്റ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷനിൽ എന്താ എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആയിരിക്കും, ലാംഡ ഐഗൺ വാല്യൂ ആയിരിക്കും, എക്സ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കും. അപ്പൊ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ സീറോ വെക്ടർ ആണ് ഐഗൺ വെക്ടർ അല്ലെ. അതുപോലെ ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ആ നോൺ ട്രിവിയൽ സൊല്യൂഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? ഐഗൺ വെക്ടർ. അപ്പൊ എങ്ങനെ ഐഗൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പറഞ്ഞു, പക്ഷെ ഐഗൺ വെക്ടർ നമ്മൾ ഒരു എക്സാമ്പിൾ തുടക്കത്തിൽ പറഞ്ഞു എന്നല്ലാതെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന ലാംഡ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഐഗൺ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഈ എക്സിനെ നമുക്ക് പല വിധത്തിൽ കാണാം എന്നാണ് പറയുന്നത്. അതായത് നൾ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, കേണൽ എന്നുള്ള മെട്രിക്സ് ഇത് നമ്മൾ പറഞ്ഞു, പിന്നെ ഈ മെട്രിക്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ. അപ്പോൾ അത് ജസ്റ്റ് ടെക്നിക്കലാണ്, അതവിടെ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സിന്റെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം, ഫൈൻഡ് ദ ബേസിസ് ഫോർ ദ ഐഗൺ സ്പേസസ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു -1, 3, 2, 0. ഐഗൺ എന്താ പറയാ, ഐഗൺ വെക്ടർ കാണാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ലാംഡയിൽ നിന്ന് ഡയഗണൽ എൻട്രീസ് കുറക്കും, ബാക്കിയുള്ള എൻട്രീസ് മുഴുവൻ നെഗറ്റീവ് ആക്കും അല്ലെ. ഡിറ്റർമിനന്റ് ലാംഡയിൽ നിന്ന് -1 കുറച്ചാൽ ലാംഡ -1, ലാംഡ +1. ഈ എൻട്രീസിന് വെറുതെ നെഗറ്റീവ് കൊടുക്കും, ഇവിടെ നെഗറ്റീവ് കൊടുക്കും. ലാംഡ -0,
ലാംഡ. ഇതാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു 0. ദിസ് ഈക്വൽ ടു 0 പറഞ്ഞാൽ ലാംഡ പ്ലസ് 1 ഇൻറ്റു ലാംഡ -2 ഇൻറ്റു -3. അപ്പോൾ 3 മൈനസ് വരും, അപ്പോൾ ഒരു മൈനസ് ബാക്കിയാവും അല്ലേ. ലാംഡ ഇൻറ്റു ലാംഡ പ്ലസ് 1 -6 ഈക്വൽ ടു 0. ഇത് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ -6, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -6 ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രൊഡക്റ്റ് -6 ആവുന്ന സമ്മ് 1 ആവുന്ന രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? -2ഉം 3ഉം. ആഡ് ചെയ്താൽ +1, മൾട്ടിപ്ലൈ ചെയ്താൽ -6. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ലാംഡ -2 ഇൻറ്റു ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0. സോൾവ് ചെയ്താൽ ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു -3. അപ്പോൾ ഈ മെട്രിക്സിന് എത്ര ഐഗൺ വാല്യൂസ് ഉണ്ട്? 2 ഐഗൺ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഓരോ ഐഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഐഗൺ വെക്ടർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഗൺ വെക്ടർ ഉണ്ടാവും. ലാംഡ ഈക്വൽ ടു -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടർ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഐഗൺ വെക്ടർ? ഐഗൺ വെക്ടർ പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്നുള്ളതിനെ നമുക്ക് ആദ്യം ഇതിൽ എത്ര റോയും കോളം ഉണ്ട്? 2. അപ്പോൾ 2 ഉള്ള ഒരു കോളം വെക്ടർ ആയിട്ട് എക്സിന് നമുക്ക് എഴുതാം. അതായത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് ആണല്ലോ. അപ്പോൾ കോളം വെക്ടർ ആയിട്ട് എത്ര റോ ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളം ഉണ്ട്? അതൊക്കെ 2 അല്ലേ. അപ്പോൾ 2 വേരിയബിളിലെ ഒരു കോളം മെട്രിക്സ് ആണ് നമ്മുടെ ഐഗൺ വെക്ടർ. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. നമ്മൾ ആദ്യത്തെ എക്സാമ്പിള് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈ ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിന്റെ തുടർച്ച തന്നെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇനി ഒരു പ്രത്യേക തരം മെട്രിക്സ് ആണ് ട്രയാങ്കുലർ മെട്രിക്സ്. എന്താണ് ട്രയാങ്കുലർ മെട്രിക്സ് നോക്കാം. ഈ തന്നിരിക്കുന്ന എക്സാമ്പിളിൽ നമ്മൾ ഈ മെട്രിക്സിന്റെ ഈ അപ്പർ ഈ ഡയഗണൽ നോക്കാം. ഈ ഡയഗണല് എന്താ പറയുക, ഡയഗണലിലൂടെ നമുക്കൊരു ഡയഗണലിന്റെ താഴേക്ക് നമുക്കൊരു ട്രയാങ്കിൾ വരക്കാം. ഡയഗണലിന്റെ താഴേക്ക് നമുക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരക്കാം. ഈ ട്രയാങ്കിളിൽ മാത്രമേ 0 അല്ലാത്ത എൻട്രി ഉള്ളൂ. ഈ ട്രയാങ്കിൾ അല്ലാത്ത എലിമെന്റ്സ് മുഴുവൻ 0 ആണ് അല്ലേ. ഈ മെട്രിക്സിന് പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡയഗണൽ ഉൾപ്പെടെയുള്ള ലോവർ ട്രയാങ്കിളിൽ മാത്രമേ 0 അല്ലാത്ത എൻട്രീസ് ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് ലോവർ ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പൊ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്തായിരിക്കും? ഇപ്പൊ ഈ രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ. ഇങ്ങനെ ഈ ട്രയാങ്കിളിന്റെ മുകളിലേക്ക് മാത്രമേ നോൺ 0 എൻട്രീസ് ഉള്ളൂ, താഴെ മുഴുവൻ 0 ആണ്. അപ്പൊ ഈ എൻട്രി മുഴുവൻ 0 ആയിക്കൊള്ളണമെന്നില്ല. ഈ കണ്ടോ ഇവിടെ സീറോസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഈ മെട്രിക്സിന്റെ മുകളിലുള്ള ട്രയാങ്കിള് ഒഴിവാക്കിയാൽ ബാക്കി മുഴുവൻ 0 ആണ്. അപ്പൊ ഈ മുകളിലെ ട്രയാങ്കിളിൽ മാത്രമേ നോൺ 0 എൻട്രീസ് ഉള്ളൂ. അപ്പോൾ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് എന്ന് പറയും. അപ്പൊ ഈ ലോവർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ പറഞ്ഞാൽ ഡയഗണലിന്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഒന്ന് കാണാൻ ശ്രമിക്കാം നമുക്ക്. എന്താണ് വരിക? 3 ഇൻറ്റു എന്താണ് വരിക? 7 മൈനസ് 0 അല്ലേ. 3 ഇൻറ്റു 7 മൈനസ് 0, 3 ഇൻറ്റു 7 മൈനസ് 0, പിന്നെ ബാക്കിയൊക്കെ 0 ഇൻറ്റു 0 ഇൻറ്റു ഉള്ളു. അപ്പോൾ 3 ഇൻറ്റു 7 21 ആണ് ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 21 ആണ്. ഈ 21 കാണാൻ എന്ത് ചെയ്താൽ മതി? 3 ഇൻറ്റു 7 ഇൻറ്റു 1 ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? ഇത് വളരെ വലിയൊരു മെട്രിക്സ് ആണ്, പക്ഷേ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്തായിരിക്കും? 9 ഇൻറ്റു -1 ഇൻറ്റു 3 ഇൻറ്റു 7. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ആണെങ്കിലും ലോവർ ആണെങ്കിലും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഡയഗണൽ എൻട്രീസ്.
ഇത് എന്താ പറയാ, ഡയഗണലിൽ മാത്രം നോൺ സീറോ എൻട്രിയിലെ മെട്രിക്സ് നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. അതിൻ്റെയും ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഡയഗണൽ എൻട്രീസിന്റെ മാത്രം പ്രൊഡക്റ്റ് ആണ്. ബാക്കിയുള്ള എൻട്രീസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല, വെറും ഡയഗണൽ എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ അടുത്ത ഒരു റിസൾട്ടിലേക്ക് പോവാണ്. ഫൈൻഡ് ദ ഐഗൺ വാല്യൂസ് ഓഫ് ദ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് A equal to A11, A12, A13, A14, 0, etc. അപ്പോൾ ഈ മെട്രിക്സ് കണ്ടോ, ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കിളിൽ മാത്രമേ നോൺ സീറോ എൻട്രി ഉള്ളൂ, താഴെ മുഴുവൻ സീറോസ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഐഗൺ വാല്യൂസ് കാണാൻ എങ്ങനെയാണ് നമ്മൾ ആദ്യം ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതുക? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? ഡിറ്റർമിനന്റ് ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ഈ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസ് ഒക്കെ ലാംഡയിൽ നിന്ന് കുറക്കുക. അപ്പോൾ ലാംഡ മൈനസ് A11, ലാംഡ മൈനസ് A22, ലാംഡ മൈനസ് A33, ലാംഡ മൈനസ് A44. ബാക്കി മെട്രിക്സിലെ മുഴുവൻ എൻട്രീസിനും മൈനസ് കൊടുക്കുക. എല്ലാ എൻട്രീസും, കാരണം സീറോയിൽ നിന്നാണ് കുറക്കേണ്ടി വരിക, എല്ലാ എൻട്രീസിനും മൈനസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് മെട്രിക്സ് വരിക. പിന്നെ സീറോ ഇങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാല് എങ്ങനെ കാണാം? ഇതിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാണാം? ഇതും ഒരു ട്രയാങ്കുലർ മെട്രിക്സ് ആണ്, കാരണം ലോവർ ഭാഗത്ത് സീറോ ആണ്, അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് ഇതും. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനുള്ള മെത്തേഡ് എന്താണ്? ഡയഗണൽ എൻട്രീസ് മാത്രം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താണ് വരിക? ലാംഡ മൈനസ് A11, ലാംഡ മൈനസ് A22, ലാംഡ മൈനസ് A33, ലാംഡ മൈനസ് A44. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ മെട്രിക്സ് എഴുതി അതിന്റെ പുറത്ത് ഡിറ്റ് നേടണം, അപ്പോഴേ ഇത് ഡിറ്റർമിനന്റ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ മെട്രിക്സിന്റെ വര ഇങ്ങനെ എന്താ പറയാ, നമ്മൾ മെട്രിക്സിന് ഇടുന്ന പോലെ, ഡിറ്റർമിനന്റിന് ഇടുന്ന പോലെ ഇങ്ങനെ വെർട്ടിക്കൽ ലൈനിന്റെ ഉള്ളിലായിട്ട് എഴുതണം. അപ്പൊ ഈ പ്രൊഡക്റ്റ്, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് കിട്ടുക. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു സീറോ. അപ്പൊ ദിസ് ഈക്വൽ ടു സീറോ. ഇത് സീറോ എന്ന് പറഞ്ഞാൽ, ഈ പ്രൊഡക്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ ഇതിൽ ഓരോന്നും സീറോ. ഐദർ ലാംഡ മൈനസ് A11 സീറോ, ലാംഡ മൈനസ് A22 സീറോ, ലാംഡ മൈനസ് A33 സീറോ, ലാംഡ മൈനസ് A44 സീറോ. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു A11, ലാംഡ ഈക്വൽ ടു A22, ലാംഡ ഈക്വൽ ടു A33, ലാംഡ ഈക്വൽ ടു A44. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്ന് പറഞ്ഞാല് അതിന്റെ ഡയഗണൽ എൻട്രീസ് തന്നെയാണ്. ഡിറ്റർമിനന്റ് പറഞ്ഞതിന്റെ പ്രൊഡക്റ്റ് ആണ്, പക്ഷെ ഇതിന്റെ ഐഗൺ വാല്യൂ കാണണം എന്ന് പറഞ്ഞാൽ A11, A22, A33, A44 കണ്ടോ? അപ്പൊ നമ്മൾ മുകളിലുള്ള എക്സാമ്പിളിലേക്ക് പോവാം. ഈ മെട്രിക്സിന്റെ ഇതിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? 3, 7, 1. ഈ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് എന്താണ്? 9, -1, 3, 7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ചോദിക്കാം. അതുപോലെ നമുക്ക് 2 മാർക്കിന് വലിയൊരു മെട്രിക്സിന്റെ എന്താ പറയാ ഐഗൺ വാല്യൂസ് കാണാൻ പറഞ്ഞാൽ 2 മാർക്കിന് ചോദിച്ചാൽ അത് മിക്കവാറും ട്രയാങ്കുലർ മെട്രിക്സ് ആയിരിക്കും. ട്രയാങ്കുലർ മെട്രിക്സ് ആണെങ്കിൽ ഐഗൺ വാല്യൂ ചോദിച്ചാൽ ജസ്റ്റ് ഡയഗണൽ എൻട്രീസ് കോപ്പി ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്, ഐഗൺ വെക്ടേഴ്സ് ആൻഡ് ബേസസ് ഫോർ ഐഗൺ സ്പേസസ്. അപ്പൊ ഐഗൺ വെക്ടർ പറഞ്ഞാൽ എന്താണെന്നുള്ളത് നമ്മൾ ഒരു വട്ടം ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഡിറ്റർമിനന്റ് ഓഫ് ലാംഡ ഐ ഈക്വൽ ടു 0 ആകുമ്പോൾ നമുക്ക് ഐഗൺ വാല്യൂസ് കിട്ടും. ഈ Ax ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന് പറയുന്ന പേരാണ് ലാംഡക്ക് ഐഗൺ വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ എന്താ പറയും? ഐഗൺ വെക്ടർ എന്ന് പറയും. അപ്പൊ ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ, കാരണം ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ ഇൻറ്റു ഐ എക്സ് എന്ന് പറഞ്ഞാൽ ലാംഡ എക്സ് മൈനസ് എ എക്സ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ലാംഡ എക്സ് ഈക്വൽ ടു എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു തിയർ ആയിട്ട് പറയാം, ലാംഡ ഒരു ഐഗൺ വാല്യൂ ആണെങ്കിൽ അത് ഡിറ്റർമിനന്റ് ലാംഡ ഐ മൈനസ് എ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷന്റെ സൊല്യൂഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ലാംഡ എ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷനിൽ എ എന്ന് പറയുന്നത്
ഒരു മെട്രിക്സ് ആയിരിക്കും, ലാംഡ ഐഗൺ വാല്യൂ ആയിരിക്കും, എക്സ് എന്ന് പറയുന്ന ഒരു നോൺ സീറോ വെക്ടർ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന നോൺ സീറോ വെക്ടർ ആണ് ഐഗൺ വെക്ടർ അല്ലേ. അതുപോലെ ഈ ഇക്വേഷൻ തന്നെയാണ് ഈ ഇക്വേഷൻ. അപ്പോൾ ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന് നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ട്. ആ നോൺ ട്രിവിയൽ സൊല്യൂഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് പറയണത്, ഐഗൺ വെക്ടർ. അപ്പോൾ എങ്ങനെ ഐഗൺ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും നമ്മൾ പറഞ്ഞു. പക്ഷെ ഐഗൺ വെക്ടർ നമ്മളൊരു എക്സാമ്പിൾ തുടക്കത്തിൽ പറഞ്ഞു എന്നല്ലാതെ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞില്ല. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് ആവുന്ന ലാംഡ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് ഐഗൺ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്നുള്ള എക്സ് എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഈ എക്സിനെ നമുക്ക് പല വിധത്തിൽ കാണാം എന്നാണ് പറയുന്നത്. അതായത് നൾ സ്പേസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു, കേണൽ എന്നുള്ള ഇത് നമ്മൾ പറഞ്ഞു, പിന്നെ ഈ മെട്രിക്സ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ. അപ്പോൾ അത് ജസ്റ്റ് ടെക്നിക്കലാണ്, അതവിടെ നിന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ചോദ്യം. ഫൈൻഡ് ദ ബേസിസ് ഫോർ ദ ഐഗൺ സ്പേസസ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു -1 3 2 0. അപ്പോൾ എന്താ പറയുക, ഐഗൺ വെക്ടർ കാണാൻ തന്നെയാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുക? ലാംഡയിൽ നിന്ന് ഡയഗണൽ എൻട്രീസ് കുറക്കും, ബാക്കിയുള്ള എൻട്രീസ് മുഴുവൻ നെഗറ്റീവ് ആക്കും അല്ലേ. ഡിറ്റർമിനൻറ്റ് ലാംഡയിൽ നിന്ന് -1 കുറച്ചാൽ ലാംഡ -1 ലാംഡ +1. ഈ എൻട്രീസിന് വെറുതെ നെഗറ്റീവ് കൊടുക്കും, ഇവിടെ നെഗറ്റീവ് കൊടുക്കും. ലാംഡ -0 ലാംഡ, ഇതാണ് ഡിറ്റർമിനൻറ്റ്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈക്വൽ ടു 0. ദിസ് ഈക്വൽ ടു 0 പറഞ്ഞാൽ ലാംഡ +1 ഇൻറ്റു ലാംഡ -2 ഇൻറ്റു -3. അപ്പോൾ 3 മൈനസ് വരും, അപ്പോൾ ഒരു മൈനസ് ബാക്കിയാവും അല്ലേ. ലാംഡ ഇൻറ്റു ലാംഡ +1 -6 ഈക്വൽ ടു 0. ഇത് ലാംഡ സ്ക്വയർ മൈനസ് ലാംഡ -6, ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -6 ഈക്വൽ ടു 0. ഇപ്പോൾ ഇത് ഫാക്ടറൈസ് ചെയ്തിരിക്കുകയാണ്. ഇത് പ്രൊഡക്റ്റ് -6 ആവുന്ന സമ്മ് 1 ആവുന്ന രണ്ട് നമ്പറുകൾ ഏതൊക്കെയാണ്? -2ഉം 3ഉം. ആഡ് ചെയ്താൽ +1, മൾട്ടിപ്ലൈ ചെയ്താൽ -6. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്താൽ ലാംഡ -2 ഇൻറ്റു ലാംഡ +3 ഈക്വൽ ടു 0. സോൾവ് ചെയ്താൽ ലാംഡ ഈക്വൽ ടു 2 ആൻഡ് ലാംഡ ഈക്വൽ ടു -3. അപ്പോൾ ഈ മെട്രിക്സിന് എത്ര ഐഗൺ വാല്യൂസ് ഉണ്ട്? 2 ഐഗൺ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഓരോ ഐഗൺ വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ഐഗൺ വെക്ടർ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഐഗൺ വെക്ടർ ഉണ്ടാവും. ലാംഡ ഈക്വൽ ടു -3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഐഗൺ വെക്ടർ ഉണ്ടാവും. അപ്പോൾ എന്താണ് ഐഗൺ വെക്ടർ? ഐഗൺ വെക്ടർ പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് എന്നുള്ളതിനെ നമുക്ക് ആദ്യം ഇതിൽ എത്ര റോയും കോളം ഉണ്ട്? 2. അപ്പോൾ 2 ഉള്ള ഒരു കോളം വെക്ടർ ആയിട്ട് എക്സിന് നമുക്ക് എഴുതാം. അതായത് ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട മെട്രിക്സ് ആണല്ലോ. അപ്പോൾ കോളം വെക്ടർ ആയിട്ട് എത്ര റോ ഉണ്ട് അല്ലെങ്കിൽ എത്ര കോളം ഉണ്ട്, അതൊക്കെ 2 അല്ലേ. അപ്പോൾ 2 വേരിയബിളിലെ ഒരു കോളം മെട്രിക്സ് ആണ് നമ്മുടെ ഐഗൺ വെക്ടർ. നമ്മൾ ആദ്യത്തെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇവിടെ x1 x2 എന്നുള്ള ഈ മെട്രിക്സ് ഇങ്ങനെ ഈ x1 x2ന്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? ആദ്യം ലാംഡ ഐ മൈനസ് എ എന്നുള്ള മെട്രിക്സിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞ ഓർക്കില്ലേ, ലാംഡ ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സോൾവ് ചെയ്യുക. അപ്പോൾ ലാംഡ ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ട പോലെ തന്നെ ലാംഡ ഐ മൈനസ് എ എന്നുള്ള മെട്രിക്സ് എങ്ങനെ വരിക? ലാംഡ ഇത് മെട്രിക്സ് ആയി മാറും, റൈറ്റ്. ലാംഡയിൽ നിന്ന് ഡയഗണൽ എൻട്രീസ് കുറക്കുക, ബാക്കിയുള്ള എൻട്രീസിന് നെഗറ്റീവ് കൊടുക്കുക. അപ്പോൾ ആ മെട്രിക്സിനെ ഈ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ലാംഡക്ക് പകരം ഇനി ലാംഡക്ക് 2 കേസ് ഉണ്ട്, 2 വാല്യൂസ് ഉണ്ട്. ഏതൊക്കെയാണ്? 2ഉം -3ഉം. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആയിട്ടുള്ള ലാംഡ ഈക്വൽ ടു 2 ഈ മെട്രിക്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് വരിക? 2 + 1 -3 -2 1 + 2
2 അല്ലേ? അപ്പോൾ 3 മൈനസ് 3 മൈനസ് 2 2 ഇങ്ങനെയാണ് കിട്ടുക ഈക്വൽ ടു 0 0. ഇത് ആദ്യത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ എന്താണ് വരിക? ആദ്യത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ 3x1 അല്ലേ, 3x1 മൈനസ് 3x2 ഈക്വൽ ടു 0. അതേപോലെ രണ്ടാമത്തെ മൾട്ടിപ്ലൈ -2x1 പ്ലസ് 2x2 ഈക്വൽ ടു 0. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ x1 ഈക്വൽ ടു x2 ആണ് കിട്ടുക. ഇത് സോൾവ് ചെയ്താലും x1 ഈക്വൽ ടു x2 ആണ് കിട്ടുക. റൈറ്റ്? -3x1 -3x2 ഈക്വൽ ടു 0 പറഞ്ഞാൽ എന്താണ്? 3x1 ഈക്വൽ ടു 3x2. 3 ക്യാൻസൽ ചെയ്തതിൽ x1 ഈക്വൽ ടു x2. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്താ കിട്ടുക? -2x1 പ്ലസ് 2x2 ഈക്വൽ ടു 0. അപ്പോൾ അതും 2x1 ഈക്വൽ ടു 2x2, x1 ഈക്വൽ ടു x2 എന്നാണ് സൊല്യൂഷൻ കിട്ടുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷനായി. അപ്പോൾ x1ഉം x2ഉം ഈക്വൽ ആണ് എന്ന് കിട്ടിയാൽ നമ്മൾ x1ന് ശരിക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്, ഒരു ഇക്വേഷനേ ഉള്ളൂ ശരിക്ക്. അപ്പോൾ നമ്മൾ ഒരു വേരിയബിളിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ x2ന് t കൊടുത്താൽ x1ഉം t ആയിരിക്കും, കാരണം x1 ഈക്വൽ ടു x2 ആണ്. അപ്പോൾ x1 ഈക്വൽ ടു x2 എന്നുള്ളതുകൊണ്ട് x1ന് നമ്മൾ 2 കൊടുത്താൽ, x2ക്ക് t കൊടുത്താൽ x1ൻ്റെ വാല്യൂ t ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കും? t ആയിരിക്കും. t പുറത്തെടുത്താൽ t ഇൻറ്റു 1 1 ആയിരിക്കും. നമ്മൾ സൊല്യൂഷൻ സ്പേസ് ചെയ്തില്ല, അതന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ 2x2 മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ എക്കലോൺ മെട്രിക്സിൽ റെഡ്യൂസ് ചെയ്തില്ല എന്നേ ഉള്ളൂ. എക്കലോൺ മെട്രിക്സിൽ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് 1 - 1 0 0 ആണ് കിട്ടുക. അപ്പോൾ കാരണം ഫസ്റ്റ് റോ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തില്ല. അപ്പോൾ 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ വെച്ചിട്ടാണ് നമ്മൾ എക്കലോൺ റിഡക്ഷൻ ഇവിടെ ചെയ്യാത്തത്. അപ്പോൾ ഇവിടെ വന്നത് കണ്ടോ, ഇതാണ് ഐഗൺ വെക്ടർ ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ, x1 x2ൻ്റെ വാല്യൂ t ആണ് കിട്ടിയത്. അല്ലെങ്കിൽ a നമ്മൾ x1ന് a x2ന് a കൊടുത്താൽ a എന്താണ് ആ നമ്പർ വെച്ചാൽ കുഴപ്പമില്ല, അവിടെ t ആണ് ഉപയോഗിച്ചതെന്നുള്ളൂ. അപ്പോൾ t ഇൻറ്റു 1 1 എന്ന് കിട്ടിയാൽ ഇവിടെ ഈ t മാറ്റി വെച്ചാൽ ഈ 1 1ൻ്റെ ഒരു മൾട്ടിപ്പിൾ 1 1 ഈ tക്ക് വരെ ഏത് വാല്യൂ എടുത്താലും ഇതൊക്കെ സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഈ 1 1ന് പറയുന്ന പേരാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു സാധനം, നമ്മുടെ ഹെഡിങ് എന്ന് പറഞ്ഞാൽ ബേസസ് ഫോർ ഐഗൺ സ്പേസസ്. അപ്പോൾ നമുക്കറിയാം ഈ മെട്രിക്സ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ സ്പേസ് ആണ്. ഈ വെക്ടർ സ്പേസിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണ് ഇത്. അതായത് ഈ ടിക്ക് ഓരോ വാല്യൂ ഈ മെട്രിക്സ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ മുഴുവൻ ഒരു വെക്ടർ സ്പേസ് ആയി മാറും. ആ വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണ് എന്ത്? 1 1. ഇതിനാണ് നമ്മൾ മുകളിൽ പറഞ്ഞത്, നമ്മളെ ഹെഡിങ് പറഞ്ഞ് ബേസസ് ഫോർ ഐഗൺ സ്പേസസ്. അപ്പോൾ ഐഗൺ വെക്റ്റർ ഒരു സ്കാലാർ മൾട്ടിപ്പിൾ ഓഫ് ഒരു മെട്രിക്സ് ആയിരിക്കും. ആ മെട്രിക്സിനാണ് നമ്മൾ പറയുന്നത് ബേസിസ് മെട്രിക്സ് എന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത് 2x2 മെട്രിക്സിൻ്റെ കാര്യമാണ്. ഇനി ഇതേപോലെ 3x3 മെട്രിക്സിനോ നമുക്ക് കണ്ടുപിടിക്കാം.